നമ്മളെ റൈഡ് വരുന്നത് കണ്ടിട്ട് പകുതിക്കുന്ന കൂടിയ ആൾക്കാരാണ്. മാത്രം കണ്ടിട്ട് നല്ല കട്ട വെള്ളമുണ്ടോ കുറച്ചും കൊണ്ടോ? 10% ഒറ്റയ്ക്ക് നിന്നവരൊന്ന് ഗതി പിടിച്ച് ഞാൻ കണ്ടു. ക്യാമറമാൻ ഇർഷാദിനൊപ്പം ആദർശ് പെരുവൻ. നല്ല നീറ്റ് സാധനം. ഹലോ ഗൈസ്, ഇന്നിപ്പോ നമ്മൾ മൺസൂൺ റൈഡ് പ്ലാൻ ചെയ്തതാണ്. ട്രാവൽ ക്യാമ്പിന്റെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെത്തിയിട്ടില്ല. എപ്പോഴത്തെ മാതിരി പോസ്റ്റാണ്. സൽമാനൊന്നും എത്തിയിട്ടില്ല. അപ്പം ഇന്നലെ രാത്രി വരെ ഉണ്ട് എന്നതിനും പറഞ്ഞ്. പിന്നെ രാവിലെ എണീച്ച് നോക്കുമ്പോൾ മെസ്സേജ് എന്തൊക്കെയുണ്ട്, അപ്പോൾ ഇല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അന്നപ്പോൾ എന്താ ഓൾമോസ്റ്റ് എല്ലാ റൈഡേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം ഇവിടുന്ന് 6 മണിയാണ് പറഞ്ഞത്, 6:30 ആയിട്ടുണ്ട്. ഒരു 7:00 വൈത്തിരിയിൽ ഒരു മീറ്റിംഗ് പോയിന്റ് കൂടെ ഉണ്ട്. അവിടുന്ന് പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരും ചായ കുടിക്കാണ്. പരിചയക്കാരൊക്കെ ഉണ്ട്. സെറ്റാണ് പരിപാടി. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. എല്ലാവരും എത്തിയിട്ടുണ്ടോ, ഇനി ആരോ മിസ്സായിട്ടുണ്ടോ എന്ന് ലിസ്റ്റ് നോക്കി ചെക്ക് ചെയ്യാണ് ആദിലോദർ. അത് കഴിഞ്ഞ് പ്രീ റൈഡ് ബ്രീഫിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് ഇരിപ്പ് വാട്ടർഫോൾ എന്ന് പറഞ്ഞ ഒരു കർണാടക കുട്ടയുള്ള ഒരു വാട്ടർഫോളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്നതിന് നമ്മൾ നെട്ടർ എത്തുന്നതിന് മുന്നായിട്ട് നമ്മൾ എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നെട്ടർ പോകാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഈ ചുരത്തിന്റെ കണ്ടീഷൻ എല്ലാവർക്കും അറിയാനായിരിക്കും. റോഡ് വളരെ മോശമാണ്. അപ്പം നല്ല പോയാൽ മതി. എല്ലാവരും മണ്ണ് കിടിഞ്ഞ് റോഡ് ലേശലമ്പാണ്. അപ്പം ചുരം കഴിയുന്നവരെ എല്ലാവരും ഒന്ന് മാക്സിമം ഓവർടേക്ക് കുറച്ച് മെല്ലെ പോവാം. അത് കഴിയുമ്പോൾ ലൈനപ്പ് ചെയ്ത് സൈഡ് പോവാം. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ ഉണ്ടാവും, തൊട്ട് ബാക്കിൽ ഇർഷാദ് ഉണ്ടാവും, ലാസ്റ്റിലായിട്ട് ആദിലുണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബാക്കിലായിട്ട് ആദിൽ വരുന്നുണ്ടാവും. ആദിലായിട്ട് വണ്ടി നിർത്തിയാൽ മതി നിങ്ങൾ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും പ്രോപ്പറായി റൈഡ് ചെയ്യുന്നവരാണെന്ന് എല്ലാവരും അറിയാം. അപ്പം ഈ ലൈനപ്പ് ചെയ്ത് പോവുക. ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് നല്ല രീതിക്ക് പോയാൽ മാത്രം മതി. ചെറിയൊരു ഷോർട്ട് റൈഡാണ്. എല്ലാവർക്കും സേഫായി പോവുക. അപ്പോൾ ആർക്കും എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുക, വണ്ടി ലൈനൊക്കെ കീപ്പ് ചെയ്യുക. മാക്സിമം സിംഗിൾ ലൈൻ തന്നെ പോവുക. വലിയ റോഡുകളല്ല, കാര്യങ്ങളൊക്കെ റോഡ് നേരെ നമ്മൾ ചുരം കയറി കൽപ്പറ്റ എന്ന സിഗ്നൽ കഴിഞ്ഞിട്ടില്ല. കൈനാട്ടി റോഡ് നേരെ കാട്ടിക്കുളത്ത് ലെഫ്റ്റ് പോവാണ്. അല്ല, ഫസ്റ്റ് ലെഫ്റ്റ് പോകും. നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് കാട്ടിക്കുളത്തൂടെ ഉണ്ണിപ്പക്കടേൻ്റെ അതിൽ വന്നിട്ട് കഴിക്കുക. അങ്ങനെ ഒരു 6:45 റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ചുരം കയറാണ്. സൺഡേ ആയതുകൊണ്ട് തിരക്കോ കാര്യങ്ങളോ കുറവുണ്ട്. നമ്മൾ അവിടുന്ന് കാലിച്ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ബാക്കിലുള്ളവരാണെങ്കിൽ മിസ്സാവുകയും ചെയ്ത് ഓമാരെ വെയിറ്റും ചെയ്യുക, ഫുഡും കഴിക്കുക എന്നുള്ള രീതിയിൽ വണ്ടി നിർത്തിയതാണ്. കഴിഞ്ഞ ടേണിങ്സ് എടുത്തപ്പോൾ തെറ്റിപ്പോയെന്നാണ് പറഞ്ഞത്. ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഒരു വരട്ടെന്തായാലും നമുക്ക് ഫുഡ് കഴിച്ച് വെയിറ്റ് ചെയ്യാം. അഡ്മിൻ അതിൽക്ക എന്താണ് വെച്ചാല് നമ്മളൊരു 10-50 ബൈക്ക് ഉണ്ട്, 50-ന് മുകളിൽ ബൈക്ക് ഉണ്ട്. ഇതൊരു എണ്ണീര് കണക്ക് കിട്ടി. അതെ ഞാൻ ഇങ്ങനെ നമ്മളെ കണക്ക് പ്രകാരം 55 ബൈക്കുകളുണ്ട്. അതിൽ കുറച്ച് പേര് ക്യാൻസൽ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരിതാ കാണാം. ഇത്രയും പേരുണ്ട്. 65 പേരോളം ഉണ്ട്. കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നേരെ നട്ടരെന്ന് കാണാം. നമ്മളിപ്പോ നെട്ടറയ്ക്ക് പോവാണ്. അടിപൊളി സ്ഥലമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പോയി നോക്കാം. ട്രാവൽ ക്യാമ്പിന്റെ കൂടെ അടിപൊളി റൈഡ് ആയിരിക്കും. എല്ലാരും കാണണം, മിസ് ചെയ്യരുത്. അടിപൊളി വീഡിയോ ആയിരിക്കും. വീഡിയോ ആക്കിയിരിക്കും. ഏത് റൈഡ്? മഞ്ഞപ്പുല്ലിന്റെ കണ്ടെന്ന് പറയുന്നത് മൊത്തം കവറിങ് ആയിരുന്നു. ഫുള്ള് മയത്തായോണ്ട് ആര് എന്ത് നിന്നു ഒരു ഓർമ്മയില്ല. എന്നോട് മഞ്ഞപ്പുല്ലിന് മറ്റേ കണ്ണൂരുള്ള കുറച്ച് ടീംസ് ഒക്കെ വന്നിട്ട് എടാ നമ്മള് പരിചയമില്ല മഞ്ഞപ്പുല്ല് അങ്ങനെ ഓനോട് ഇങ്ങനെ വന്നു. ശരി മോന്താണില്ലല്ലോ. ഞാനിപ്പോ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ആരെയും പരിചയപ്പെടാൻ പോയില്ല. പരിചയപ്പെട്ടിട്ട് എന്താ കാര്യം അവർക്ക് മനസ്സിലാവില്ല. അല്ലേ പിന്നെ വണ്ടിയായിട്ട് നോട്ടിക്കണം. അതിങ്ങനെ ഒരു നമ്മള് ഫുഡ് കഴിക്കാൻ പോണേ. അപ്പം മുട്ടക്കറി കിട്ടേ. സാധാരണ എവിടെ പോയാലും മുട്ട കഴിച്ചത് രാവിലെ പ്രോട്ടീൻ. ഇവിടെ വണ്ടി ഇവിടെ കേറോ. ഫില്ല് ചെയ്ത് മാക്സിമം ഓവർ ലാഗ് അടിക്കണ്ട.
നമ്മൾ ഓവറാക്കി ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, 2 ഹോട്ടലിലായിട്ട് ആൾക്കാരെ കയറ്റിയിരിക്കുന്നു. എല്ലാവരും ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ആൾക്കാർ അത് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി വലിയൊരു ഫുഡ് സ്പോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടും തോന്നുന്നില്ല. അതിനോണ്ട് പിന്നെ ഇവിടെ നിർത്തിയാണ്. എല്ലാവരും കൂടി ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട്. കഴിച്ചു വന്നോ? പൊറാട്ട അടിപൊളിയാണ്. നിങ്ങൾക്ക് സീറ്റ് ഇല്ലല്ലോ, എന്ത് ചെയ്യാ? നിങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് മതി. ബ്ലോഗിലൊക്കെ വരുമെന്ന് കട്ട് ചെയ്യണേ. ഇതിന്റെ വേറെ ബ്ലോഗാ. എന്താണ് ഇതൊക്കെ മനസ്സിലാവും. നമ്മൾ കണ്ടുപരിചയമുള്ളതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ കൈയ്യടി കുറെ ആൾക്കാരെ മനസ്സിലാവില്ല. അതാണ് നമ്മളെ കഴിച്ചു കഴിഞ്ഞാൽ കമ്പനി പറ്റിക്കലാണോ ഇവിടെ? പൊക്കി പറയട്ടെ, 2 വാക്ക് പൊക്കി പരിചയപ്പെട്ടല്ലോ. രണ്ടാളെ പെറുക്കിക്കൊണ്ടിരുന്നു. കമ്പനിയിലെ ആളെ കൂട്ടാൻ വേണ്ടി അമ്മ അനിയത്തിനുമാണ്. ഒറ്റുണ്ട് ഓന്റെ ഇച്ചാപ്പനെ മോനെ ധൈര്യ അമ്മായിന്റെ മോനെ എല്ലാരും വെയിറ്റിംഗ് ആണ്. ഇതാ സൽമാനൊന്നും സ്ഥലം കിട്ടിയില്ല കേട്ടോ, പാവം. ചെടി നോക്കുകയാണ്, അടിച്ചു മാറ്റാൻ കഴിയുമോ? അടി കിട്ടുന്നുള്ളതുകൊണ്ട് ആരാന്ന് മനസ്സിലാവില്ലല്ലോ, കുറെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, എല്ലാവർക്കും കിട്ടും. പ്രണവ് വന്നിങ്ങനെ മൊത്തത്തില് വാരിയാനെ. നിങ്ങളല്ലോ ഇതിന്റെ ആൾക്കാർ. അബു ആദ്യം കിട്ടീനോ? അബുവിന്റെ പ്രണവ് പോയാന്നെ ചെടിച്ചട്ടിക്ക് അബു എടുത്ത് വേക്കൊക്കെ തേച്ചാനൊക്കെ ഞാൻ കണ്ടിക്കണേ, നീ കണ്ടിക്കോ? എടുത്തോണ്ടോ? ഞാൻ കണ്ടിക്കണേ, എടുത്തോണ്ടോ കണ്ടിക്കോ? ഞാന് മനിയാന്ന് പോയപ്പോ അറിയാം, ഇതൊന്നല്ല കുറെ ഉണ്ടായിരുന്നു. ഇതെന്നെ ബേക്കിലായിരുന്നു, അത് പ്രണവ് വന്നപ്പോ ബേക്കിലായിരുന്നു, പിന്നെ കൊണ്ടുവച്ചാണ്. അത് എന്തിനാന്ന് വെച്ചത് അല്ല, ഓൻ ചട്ടിയോടാ കൊണ്ടുപോകാതെ പ്രണവേ വന്നപ്പോ അബു ചെടിച്ചട്ടിയൊക്കെ എടുത്തോണ്ട് ഓൻ മറ്റേ കൊമ്പടിച്ചുണ്ടോകല്ല, ചട്ടിയോടാ കൊണ്ടുപോകാ. നോക്കി നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിക്കാം. അത് കഴിച്ച് വന്നപ്പോ നമ്മള് ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് അടിപൊളിയാ. എന്താ റിച്ചൂസ് മെസ്, അടിപൊളി ഫുഡാണ്. പൊറോട്ടയൊക്കെ നല്ല നീറ്റ് സാധനം. അതുപോലെ തന്നെ പാലപ്പാണെങ്കിലും ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടല്ലേ മൈക്ക് കൊടുക്കാൻ. ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഓന്റെ ഷോപ്പ്, ഓഫറും പറയും കൊടുത്തോ. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി നമ്മൾ ഇവിടെ നിന്ന് ഇനി ലൈനപ്പ് ഇട്ടിട്ട് പോവാണ്. നമുക്ക് അടുത്ത സ്പോട്ടിലെത്തിരിക്കണം. ഒന്നാമത് വീഡിയോ അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ കഴിയുന്നില്ല. മീൻസ് വണ്ടി ഓടിക്കുക, വീഡിയോ എടുക്കുക, രണ്ടും കൂടി ആയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. മാക്സിമം സെറ്റാക്കുന്നുണ്ട്. പിന്നെ അറിയൂ പിണങ്ങല്ലേ ഒളിച്ചു നടക്കുന്നത്, പിണങ്ങി നടക്കുവാന്. നമ്മള് പകുതിക്കുന്ന കൂടിയ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവര് നമ്മളെ കൂടെ നമ്മളെ റൈഡ് വരുന്നത് കണ്ടിട്ട് പകുതിക്കുന്ന കൂടിയ ആൾക്കാരാണ്. അതുപോലെ കുറച്ച് വിശേഷങ്ങൾ ഈ തന്നെ ചോദിച്ചത്. പേരെന്താണ്? സലീക്ക്. ഇവര് നിക്കാവൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാട്ടോ. പുതിയ കപ്പിൾസ് ആണ്.
17-ാം തീയതി നിക്കാഹ് കഴിഞ്ഞ് പിറ്റേന്ന് ഉറക്കെല്ലാം കഴിഞ്ഞ് രാത്രി ഇറങ്ങിയതാ. ജസ്റ്റ് നമ്മളെ വീട് ശിവപുരാണ്, കണ്ണൂർ ശിവപുരം. ഇരട്ടിയിലേക്ക് ജസ്റ്റ് ചാവടിക്കാൻ ഇറങ്ങിയതാ. മഴയായി അവിടെ പെട്ട് ഇങ്ങനെ 2 ദിവസമായി. അങ്ങനെ ചായ കുടിച്ചെടുത്ത് നിങ്ങൾ ഇറങ്ങി ഞെട്ടറേക്ക് പോകുന്ന വഴിയാണ്. ഇന്ന് നമ്മൾ പോന്നിട്ട് ഇവിടെ കുറുവ ഐലൻഡ് എന്ന് പറഞ്ഞ ബോർഡിൻ്റെ അടുത്താണ്. ഇതാണ് റോഡ്, നമ്മൾ വന്ന റോഡ്. അപ്പം അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പുറമുള്ള 13 ബൈക്ക് ഞങ്ങൾ അവിടെ സ്റ്റോപ്പായിട്ടുണ്ട്. അവിടെ ലൈനപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളെ ബാക്കിൽ കുറച്ച് ബൈക്ക് ഉണ്ട്, നമ്മളത് മിസ്സിങ് ആയി. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കേണ്ടത് സ്ട്രെയിറ്റ് പോയി. അവരെന്നിട്ട് റിട്ടേൺ വഴി തെറ്റിയും തോന്നിയപ്പോൾ റിട്ടേൺ വരുമ്പം മഴ പെയ്തെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് പെരുമഴയാണ്, എല്ലാവരും കൂടി കൂട്ടിടാൻ നിന്നാണ്. ഇവിടാണ് ഒരു മഴയില്ലാണ്. ഇവിടെ പൊരുമ്പയിലും ചൂടും തന്നെയാണ്, വേറൊന്നുമില്ല. എന്നപ്പം വെയിറ്റ് ചെയ്യാണ്. പിന്നെ 2 ആൾ അവിടെ എന്തോ ലാഗ് അടിച്ചിരിക്കണം നല്ലോണം. അപ്പോൾ ആദർശ് ഇപ്പോൾ വിളിച്ചിരുന്നു, എല്ലാവരെയും കൂട്ടിയിട്ട് പോവാം, നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ. അങ്ങനെ ഓമാരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ നിൽക്കുകയാണ് ഞാൻ. ഇപ്പോൾ വരികയായിക്കോ, നോക്കാം. എല്ലാവരെയും കൂട്ടി ആദർശത്തെപ്പോഴേക്കും മഴ മാറിയിട്ടുണ്ട്. നമുക്ക് ഓട്ടോ കിട്ടി ഞെട്ടറേക്ക് പോകുന്ന വഴിയാണ്. ഞെട്ടറ ഗ്രാമം അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ഗ്രാമത്തിലെ വിഷ്വൽസ്, അതിമനോഹരമായ വിഷ്വൽസ്. ഓരോരുത്തർക്ക് ഓരോ മൈൻഡാ. കിടക്കുന്നു. സ്റ്റെഫിൻ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്താ അങ്ങനെ പറയല, എന്തെങ്കിലും പറയാം. എനിക്ക് എന്തെങ്കിലും എന്തോ പറയണമെന്നോ? മോന് കുറെ പറയാനുണ്ട്, ഓനെ ഞാൻ ഉപ്പല്ല. ഇവിടുന്ന് ചാടണം എന്തട്ടെ. ഇവിടെ സുഖമായിട്ട് അന്ന് വിലപ്പുറം വന്നപ്പോ അത് പൊളിച്ചില്ലേ? നിങ്ങളന്ന് ഫോട്ടോ വീട് ഇടിഞ്ഞു വീഴുന്ന ഞാൻ വിചാരിച്ചു. അതന്നെ വൃത്തിൻ്റെ എടുത്തോ. ക്യാമറമാൻ ഇർഷാദിനൊപ്പം ആദർശ് പെരുവൻ. ഇതാ വേറൊരു ക്യാമറമാൻ, മാനം ട്രാവൽ ഗ്രാമിന്റെ ഒഫീഷ്യൽ ക്യാമറമാനാണ്. ഓനൊന്ന് പോകണം. ഓ വന്ന് ഹംബീത്തൊക്കെ കഴിഞ്ഞ ആഴ്ച. അതില് വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അർജന്റീനയിലെ ഇഞ്ഞാണ്ടീനോ ഏത് കഴിഞ്ഞ ഹംബിന്റെ 6 മാസം മുന്നുള്ള ഹംബിന്റെ വീഡിയോസ് ആണ് ഓന് വൈതോ. ഹംബിന്റെ വീഡിയോസ് ആണ് ഓൻ അന്ന് പോസ്റ്റ് ചെയ്ത്. വെള്ളത്തിൽ മുക്കി തരാം. നീന്താൻ അറിയാത്തവർക്കും വരാം. മഴ പെയ്യാണത് വെള്ളം ചാടുന്നതുകൊണ്ടാണ്. ചാടുമ്പോ ശ്രദ്ധിക്കണം, വീണാൽ നല്ല രസമുണ്ടാവും. ഐസ് നോക്കൂ, ബൈക്സ് ആണ് ഉള്ള മുളപ്പരം വന്ന വണ്ടിയാണ്. മറ്റൊരു ടീം മഴയുണ്ടോ? മഴയുണ്ടോ? അതിലതാ അവിടുന്ന് തുണി വന്നിച്ച് കാണിക്കുന്നു. അതാ എടാ ഒരു മറ്റെന്താ ഒരു അഡ്വഞ്ചർ 390 നമ്മളെ കൂട്ടത്തിന്റെ അവനെനിക്ക് വേദിക്കുന്നില്ല. ഞാൻ ഇങ്ങല്ല ഒന്നും കൂടി ഉണ്ട്. ഓ നമ്മളെ പേരെ വരികയെന്ന് പറഞ്ഞേ വന്നില്ല. പുതിയല്ല, 250 390 ആണ്. പഴയ ഡിസൈനാ. അത് വെണ്ടല്ലേ, വേറൊന്നുമില്ല. അതിനോ ഓമാര് പോയോ? അവിടെ ലൈനിൽ നിന്നപ്പോ ഓൻ പോയോ? ഓൻ എന്നോട് ചോദിച്ച് നിങ്ങള് കാലിക്കറ്റ് നിന്ന ടീമാണോ? ഞാൻ വന്നത് എന്നാ ഞാൻ ബ്രോ എങ്ങോട്ടാണ്. ഞാൻ അങ്ങനെയൊന്നും ഇല്ലാന്ന്. എന്നാ ഞാനും പോട്ടെ. ഞാൻ പോരി നിന്ന് പയ്യേക്ക് വിട്ട് അവിടെ പോയി ലൈനപ്പ്. അല്ല ഓനെ ഞാൻ ഇവിടുന്ന് കണ്ടേ. എവിടെന്ന് അറിയാം, നമ്മള് മറ്റേ ആ ഇവന്മാരെ കാത്ത് നിന്നില്ലായിരുന്നു അവിടെ നിന്ന്. എന്താ പറയണ്ടേ?
ഏതാ സാധനം ഇവന്മാരെ വിളിക്കണ്ടേ? ഇത് നമ്മ കൂട്ടത്തിലല്ലേ? ഫാനായി പോയി. ഇതൊക്കെ നമ്മ കൂട്ടത്തിലല്ലേ? ഇവന്മാരെ പേരെന്നതാ? നമ്മള് കൂട്ടത്തിലാണോ നോക്കണം കേട്ടോ, തല്ലി വിളിക്കരുത്. ആയിരിക്കുന്നോ? അല്ല ഇവന്മാരൊക്കെ കൂട്ടത്തിലാണോ അറിയൂലേ? വിളിക്കുന്നതിനെ തല്ലുള്ളൂ. ഈ ക്യാമറ പിടിച്ചോണ്ടെന്ന് അതിന് അടി മേടിക്കണ്ടേ? ഇവനാണത് വാങ്ങിയത്. ഇവർ തന്നെ ഇട്ടാ ഫുള്ള് ഒരേ ഇങ്ങോട്ട് ഇട്ടാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന മാതിരി ഇട്ടാ. ഉമ്മാരൊന്ന് വിളിച്ച് വെച്ച് സെറ്റാക്കണ്ടേ? ഇതാണ് നെട്ടറ ഗ്രാമം എന്ന് പറഞ്ഞ എല്ലാവരോടും പറഞ്ഞാൽ എല്ലാരും വിളിച്ചത് ഇതാണ് നെട്ടറ ഫേമസ് ബ്ലോഗറാണ്. ആരാന്ന് ആർക്കറിയാം. ഫേമസ് ബ്ലോഗർ. അതിനുണ്ട് ഞാൻ കാണിച്ചു ഈ വട്ടം പോരാന്ന്. ഇതായിരുന്നോ? അതില്ല നൂല് വലുതാക്കണല്ലേ? നല്ല വെള്ളം ഉണ്ടോ? കുറച്ചും കൊണ്ടോ? വെള്ളം ഞാൻ എന്താ പറയണേന്ന് ഇങ്ങോട്ട് എടുത്തു വെച്ചതാ. കൊണ്ടാറുണ്ട്. ഞാൻ പവർ ബാങ്ക് വരാൻ വരികയാണ്. തീർക്കല്ലോ ആ 4 ലിറ്റർ വെള്ളമേ ഉള്ളൂ. ആദർശേ അല്ല അതിലേ തിരുവാതിരക്ക് വളർത്തിച്ചോ? കസാരക്കളി തിരുവാതിരക്ക് വളർത്തിക്കുക. നിറവളക്കായിട്ട് ഇർഷാദിന് വെച്ചാലോ? വേണ്ട, ഞാൻ വീക്കിലിടെ നിന്നോളാം. കരിവിളക്ക എല്ലാരും സെറ്റാക്കി നിർത്തിക്കണം. കുറച്ച് ടീം വരുന്നുണ്ട്. എനിക്ക് വേണ്ട, ഞാൻ സ്വന്തം കടിച്ചോളണം. എനിക്ക് വേണ്ട. അപ്പോൾ ഏകദേശം പരിപാടിയൊക്കെ സെറ്റാക്കിന് ഈ മരം. അപ്പോൾ നമ്മൾ ഞെട്ടറ ഗ്രാമത്തിലാണ് വന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാത്തിനെയും ഒന്ന് സെറ്റാക്കിയിട്ട് റൗണ്ടാക്കി സെറ്റാക്കി കുറച്ച് പരിപാടി ബ്രീഫിങ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനെയും സെറ്റ് ചെയ്യാണ്. ട്രാവൽ ഗ്രാമത്തിൽ കൂടെ 2ാമത്തെ ബാച്ചാണ്. പക്ഷേ കൂട്ടി എൻ്റെ പേര് ഫായിസ്. 3ാമത്തെ തവണയാണ് ഇവരൊപ്പം വരുന്നത്. സ്ഥലം വയനാടാണ്, കൽപ്പറ്റ. എന്ത് കേസ് ഉണ്ടെങ്കിലും വയനാട്ടിൽ വന്ന് വിളിച്ചാൽ ലോക്കായ വിളിച്ചാൽ മതി, വന്ന് റെഡി ആക്കി തരും. പേര് ജിജീഷ്, സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. ട്രാവൽ ഗ്രാമിൻ്റെ കൂടെ 3ാമത്തെ. 3അല്ലല്ലേ? കോഴിക്കോട് കുറുവള്ളി എന്ന നാട്ടുകാരനാണ്. പിന്നെ ബിസിനസ്സാണ്. ട്രാവൽ ഗ്രാമിൻ്റെ കൂടെ ഫസ്റ്റ് ഇവൻ്റ് തൊട്ടുണ്ട്. മാക്സിമം അറ്റൻഡ് ചെയ്യാറുണ്ട്. 2 മിസ്സായിട്ടുണ്ട്. പിന്നെ ബിസിനസ് റോയൽ എൻഫീൽഡിൻ്റെ ഒരു സർവീസ് സെൻറ്റർ നടത്തുന്നുണ്ട്. സ്പെയർ പാർട്സ് ആക്സറീസ് ആണ്. നെരുക്കിനെയാണ് വരുന്നത് ഷോപ്പ്. പിന്നെ ഒക്കെ അടിപൊളിയായിട്ട് പോകും. എൻ്റെ പേര് സൽമാൻ. ഞാൻ താമരശ്ശേരിയാണ്. താമരശ്ശേരി എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ കുറേ ട്രാവൽ ഗ്രാമിൻ്റെ വഴിയൊക്കെ കുറേ കൂടുതൽ റൈഡിലല്ലെങ്കിലും കൂടെ ഉണ്ട്. കൂടെ ഇതായിരുന്നു കൂടിയാണ് സ്ഥലം. ടോണിമാർക്കാണ് കോണ്ടാക്ട് ആണ്. അവിടെ ഒന്നുകൂടി ഗ്യാപ്പ് മെയിനായിട്ട് പരിപാടി. ഡ്രോണിൽ വീഡിയോ എടുക്കാനല്ല, ഇവിടെ ലൈനപ്പായി സെറ്റ് ചെയ്ത് നിൽക്കാൻ. അപ്പോൾ അടുത്ത പ്ലാന് ഇതാണ്, അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടാണ്. പിന്നെന്താന്ന് വെച്ചാൽ നല്ല വെയിലാണ്. മൺസൂൺ റൈഡ് പറഞ്ഞ് വന്നിട്ട് അടിച്ചാൻ പൊളിയും വെയിൽ കൊള്ളുക, ഇരുന്ന് വെയിൽ കൊള്ളുകയാണ്.
ഇരുന്ന് വെയിൽ ഒരു രക്ഷയില്ല. മൻസൂർ റൈഡ് എന്ന് പറഞ്ഞു വന്നേ ഇതാ ഒരു വെയിലത്ത് നിൽക്കണം എല്ലാത്തിനും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുട്ടേക്കാണ് പോണത്. അവിടെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഫോറസ്റ്റിലേക്ക് കയറാന്നാണ് പ്ലാൻ ചെയ്തത്. പൊത്തു നോക്ക്, കഞ്ചാവേശിത പ്രതികളോ മാത്രം കണ്ടിട്ട് വാങ്ങിയ ബ്രഹ്മഗിരിയിൽ മാത്രം. ബ്രഹ്മഗിരി മലനിരകളുടെ താഴ്വാരത്തിലാണ് വാങ്ങിയത്. മാങ്ങ കണ്ടോ ചോന്നെടുക്കണേ വേനാട്ടോ പറിച്ച് ഈ എന്നെ പിടിക്കും. ഇതൊക്കെയുള്ള സാധാരണ നാട്ടുമാങ്ങ അതാ തിന്നുന്നവരോട് റിവ്യൂ വെച്ചു. എങ്ങനെയുണ്ട്? വണ്ടർഫുൾ. ഞങ്ങള് നാട്ടുമാങ്ങ കയറി പറിച്ചാ കപ്പായ മാങ്ങ. നാട്ടുമാങ്ങയാണെങ്കിൽ സൂപ്പർ ആയിട്ടാണ്, സ്മെല്ലുണ്ടാവും. മധുരം കുറവാ. മറ്റേന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 ആള് ഒന്ന് പൊട്ടിച്ചാൽ മതി, ഫുള്ള് സ്മെല്ലുണ്ടാവും. സ്മെല്ല് കുറവാണ്. ഒളിഞ്ഞു നോക്കുന്നോടാ, ഒളിഞ്ഞു നോക്കുന്നോ? ഒരു കഷ്ണം കയ്യ ഇവിടെ മാങ്ങ കയറിയുണ്ടോ നിങ്ങള്? ഇങ്ങനെതാ മാങ്ങന്നാണ് ഗൈസ്. ഫേസ് കിട്ടുന്നത് ചെറുത്തുകൊണ്ട് വിൽക്കാം. ബോക്സ് മാങ്ങ ഞാവല് അല്ല അവിടെ നിർത്തുക. 50 രൂപ 40 രൂപയ്ക്ക് ഇത് മൊത്തമായിട്ട് തരും. കൊറേ ഉണ്ടല്ലേ പറിക്കാൻ ആളില്ലാണ്ട് ചാടി. മൂപ്പര എനിക്ക് അറിയായിട്ടാണ്. ഇവനടെ അതൊക്കെ തന്നെ സച്ചിനാണാ പോണേ. ആ ഓ പോണ്ടേ ഇതൊന്നും വണ്ടി സ്റ്റാർട്ടാക്കി നല്ല ബ്രഹ്മഗിരി മക. ഇതിപ്പോ ഓമാര് പറിച്ചുകൊണ്ടുവരുന്നത് തന്നെയാണോ? കട്ടുകൊണ്ടിരിക്കും അടിച്ചു പറ്റിയത് അത് പോവാ. ഞാൻ കഴിച്ചു തിന്നാനെന്തോ കൊണ്ടുവരാ. ഇവിടെയൊക്കെ മാങ്ങ പറി തുടങ്ങി. ഞാൻ കഴിച്ചോ മാങ്ങ പറിച്ചു കൊണ്ടുവരികയാണ്. കയ്യിൽ മഞ്ഞ ഉണ്ടപ്പോ ഒരു 5 പൈസ കയറ്റാത്തവരെ പൂവും പറിച്ചു തരുമോ? പൂവിക്ക് തരുമോ? തിരിച്ചു തന്നില്ലെങ്കിൽ ആരാണിത് പറിച്ചേ? ചെറിയ മോളൂസില്ലേ, മോളൂസോ? ചെറിയ മോള് നമ്മളെ കുട്ടി റൈഡർ എവിടെ? എന്തുവാടേ അടിമക്കണ്ണനാട്ടോ. ഇതാട്ടോ ഗായ്സ് നമ്മളെ അടിമക്കണ്ണൻ. ഇങ്ങനെ വണ്ടി ആട്ടെ. അതപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇതിനൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇതിൽ നമ്മളത് ഏതാണ് ബാക്കിയുള്ളവർ ഏതാണ് ഒരു ഐഡിയ ഇല്ല. മൊത്തം ഫുൾ ആൾക്കാരാണ്. കുറേ എണ്ണത് അതിലങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ. ഇതിനൊക്കെ നുള്ളിപ്പെറുക്കി എങ്ങനെ പോവുക? ആദർശേ വണ്ടി ആട്ടാക്ക്, സൗണ്ട് ഉണ്ടാക്ക്. അയച്ചിട്ട് പോണോ? നമ്മളത് ഏതാണെന്ന് പോലും അറിയില്ല. ആ കോലായി. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആദിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തറ പറ. ഓനൊരു വില്ലൻ കയ്യിലെന്നാള് എനിക്ക് ജാക്ക് ഫ്രൂട്ട് വൈറ്റ് ഉണ്ടോ? ചൊക്കബാർ ഡൈസ് തിന്നൊന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്താ. ഷെഫിനെന്നാ ഈ ചോക്കോബാർ എന്നാന്ന് പറഞ്ഞ ഒരു കലയാണ്. അത് നമ്മൾ കോല അന്വേഷിച്ചാണ് ആദ്യം പൊട്ടിച്ച്. പക്ഷെ നമ്മൾ കോലിട്ടില്ല, കോല അടിയിലേന്. ഇത് എൻ്റെ വണ്ടീൻ്റെ ആവിയ അല്ല എൻ്റെ വണ്ടീൻ്റെ ആവിയ?
ഇങ്ങനെയാണ് ചോക്കോബാറുണ്ട്. ചോക്കോബാർ എന്നിട്ട് കുറച്ച് പറയും എങ്ങനെയുണ്ട് വേണം ഒരു ഇതൊന്ന് മാങ്ങയോ ചക്ക ചക്കാണ് ഞാൻ നക്കൂലേ വാങ്ങിയ ക്യാമറ മാറ്റിയാ ഒറ്റയ്ക്ക് നിന്നവരൊന്ന് ഗതി പിടിച്ച് ഞാൻ കണ്ടില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുട്ടേക്ക് പോകുന്ന വഴി ഒരു സ്ഥലത്ത് നിർത്തി ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇത് മുട്ടായി ചേട്ടാ പൊള്ളയല്ലേ, വേറൊന്നല്ല. ഇതാണ് ഷോപ്പ്. നല്ല ഫുഡാണ്, പറ്റുന്നതിലൊക്കെ കയറി വെക്കുക. അത്യാവശ്യം നല്ല നീറ്റ് ഫുഡാണ്, കുഴപ്പമില്ലാതെ പ്രൈസും വലിയ ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല. അത്യാവശ്യം ക്വാളിറ്റി ഫുഡും ഓവർ പ്രൈസും ഒന്നുമല്ല, അടിപൊളി ഫുഡാണ്. നമ്മൾ എല്ലാവരും ഇതാ താഴത്തുനിന്ന് കഴിച്ചോളൊക്കെ അതാ വരുന്ന. ഞങ്ങളിവിടെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഷാഡോയും ഒക്കെ താഴത്ത് ഒരു 3-4 ആള് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. ആദർശ് അവിടെ ആയിരുന്നു, അപ്പോൾ ആദർശും അവിടെ നിന്ന് കഴിച്ച് പോകുന്നതാണ്. പിന്നെ ഒരു 5-8 വണ്ടി മുന്നിലുണ്ട്, നേരെ മുന്നിൽ ഒരു ഷോപ്പുണ്ട്, അവിടെ നിർത്തി. എല്ലാവർക്കും കൂടി ഒരു ഷോപ്പിൽ സെറ്റാക്കാൻ പറ്റാത്തതുകൊണ്ട് നിർത്തിയതാണ്. പിന്നെ ഇവിടെ നോക്കി, ഇവിടെ ഫുള്ള് മെസ്സി ടീംസാണ്. മെസ്സിൻ്റെ സോറി ഗൈസ്, നമ്മുടെ കൂട്ടത്തിലല്ലോ, ഞാൻ വിചാരിച്ച് പോയൊരു തിരിച്ചു തരികയാണെന്ന്. മെസ്സിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റൊണാൾഡോൻ്റെ കട്ടൗട്ടും ഒക്കെ ഉണ്ട്. അറക്സ്. അപ്പം നമ്മൾ ഇനി കുട്ടയെ പോയിട്ട് അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടെ ഒന്ന് സെറ്റ് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഫുഡ് കഴിച്ച നല്ല ക്ഷീണമുണ്ട്. മഴ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ, മഴ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഫുള്ള് ഇതന്നെ അവസ്ഥ, മഴയെ കിട്ടിയിട്ടില്ല. എന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കിട്ടേക്കും, തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടേക്കും. സൺഡേയും കൂടെയാണ്, ഫുള്ള് തിരക്കായി. എന്നപ്പം നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ, ബൈ ബൈ.